എന്തൊരു ചളിയാ ഗൈസ്. അങ്ങനെ നമ്മുടെ അവിടുന്ന് എത്ര നേരം ഉണ്ടായിരുന്നു? 5 മിനിറ്റ് ഉണ്ടായിരുന്നുള്ളൂ ഈ വീട്ടിലോട്ട്. നമ്മളതേ വീടെത്തി. അതല്ലേ പറഞ്ഞ ബാക്കിലല്ലേ അടിപൊളി വ്യൂ സെറ്റ് ആയിരിക്കും. ഇതാ വീട്, ഇതാണ് വീട്. ഡെക്ക് ഉണ്ട് മോനെ. അപ്പൊ ഫോട്ടോ ഒന്നും നോക്കാറൊന്നുമില്ലേ? ഞാൻ ട്രിപ്പ് പോകുന്ന തന്നെ എനിക്കറിയില്ല. സെറ്റ്. ഇതാണ് നമ്മുടെ വീട്. ഇത് തുറക്കാൻ പറ. എന്തിന് വണ്ടി അകത്ത് കയറ്റിയിടണ്ടേ? ഇതിനകത്ത് ആളിട്ടായിരുന്നോ? വീട് മാറ്റി പണിയണം. ഓ, ലോക്ക് തുറക്കുവോ ഗൈസ്? ഇതാണ് നമ്മുടെ വീടിന്റെ പുറം. അപ്പുറത്തേക്ക് നോക്കിയാൽ പാടം. ഹായ്, നല്ല രസം. ഇപ്പുറത്തേക്ക് നോക്കിയാൽ പാടം. ഇവിടെ വീട്, നടുക്ക് വീട്, അപ്പുറത്ത് ഇത് ഇവിടെ ലേക്ക്. ഹായ്, നല്ല കാറ്റ്, നല്ല സുഖം, സെറ്റ്, അടിപൊളി വൈബ് ഉണ്ടാവാ. ഇവിടെ എന്തോ ഇതുവഴി ഇറങ്ങാവോ? അയ്യോ നില്ലേ. ഞാൻ ബാക്ക് വ്യൂ നിങ്ങക്ക് പിന്നെ കാണിച്ചു തരാം. ഇപ്പൊ വീട്ടിലോട്ട് എൻട്രി ചെയ്യാം. വാ, എല്ലാരും കൂടെ വാ. ഒളിഞ്ഞു നോക്കട്ടെ. അതേണ്ട ഒളിഞ്ഞു നോക്കി. കൊള്ളാം, സെറ്റാ. ഏതെങ്കിലും ഒരെണ്ണം ട്രൈ ചെയ്യാതെയോ? തിരിച്ച് അതല്ല. അപ്പൊ അതല്ല. കോൺസെൻട്രേഷൻ വേണം, കോൺസെൻട്രേഷൻ. ഈ കുളിസേകുമാരനെ മറ്റേത് ഞാൻ തുറക്കത്തില്ല. ആ ലോക്കിന്റെ പാറ്റേൺ നോക്കേടി. ലോക്ക് തന്നെയല്ലേ? ഇത് മാത്രമേ ഉള്ളൂ തുറക്കാനായിട്ട്. എന്തായാലും പാറ അറ്റത്തുനിന്ന് കുത്തിയൊക്കെ ഇല്ലെന്നേ. ആദ്യ നമ്പർ ഗൈസ്, നമുക്ക് തെറ്റിപ്പോയി. ഒരു തെറ്റുണ്ട്. ഇതുവഴിയാണ് നമ്മുടെ എൻട്രൻസ്. വലതുകാലം വെച്ച് കയറിക്കോളെ. ഓ, ഇത് ഗരാജ് ത്രൂ അല്ലേ? ഗരാജ്, വലിയ ഗരാജ്, ഡബിൾ ഗരാജ്. അതെ, അവിടെ ഉണ്ട്. നമുക്ക് ക്യാമ്പ് ഫയറിന്റെ വുഡ് അവിടെ ഉണ്ട്. ക്യാമ്പ് ഫയറിന്റെ വുഡ്. ഇതിപ്പോ സൈഡ് എൻട്രൻസ് അല്ലേ? നമ്മൾ ഇത്ര നേരം ആ ഡോറാണ് തുറക്കാൻ നോക്കിയത്. ഞാൻ ഓരോന്ന് കാണിക്കും. ഹായ്, അടിപൊളി സെറ്റപ്പ്, സെറ്റ് വീട്. ഭയങ്കര ഹൈ സീലിംഗ് ഒക്കെ ആയിട്ട് സെറ്റ്. മോനു, എനിക്കൊരു നല്ല വീട്. എന്റെ വീഡിയോ അങ്ങനെ ഇങ്ങനെ പോകുന്നോണ്ട്, ഞാൻ അത്ര എക്സ്പേർട്ട് അല്ലാത്തതുകൊണ്ട് ക്യാമറ ഞാൻ മോന് കൈമാറുകയാണ്. വീട് ഹോം ടൂറ് നിക്ക് മോന് എടുത്തിരുന്നായിരിക്കും. ഓക്കെ. ഹായ് ഗൈസ്. തണുപ്പായിട്ടാണോടാ വീട്ടില്? ഹലോ അടിപൊളി സെറ്റപ്പ്. അതൊന്നും ഞാൻ കാണിച്ചില്ലായിരുന്നു. വീട്ടിലാണ് ഇങ്ങനത്തെ ഒരു വീട് മേടിച്ചാലേ?
മെയിൻ്റെനൻസ് അവാർഡ്. രണ്ട് റൂമാണുള്ളൂ. ആ ഹെർഷീസിന്റെ സിറപ്പൊക്കെ ഉണ്ട്. എക്സ്പയർ നോക്കിയോ? എക്സ്പയർ രണ്ടാമത്തെ റൂം ഏതാ? ഇത് റൂം ഓർമ്മ മേളില്. ആ ഇതൊരു റൂം. ഇവിടെ കിടന്നു. ഇവിടെ ബാക്കിയുള്ളത് ആർക്കും അത് മേള്. ഇവിടെ മാറ്റിയത് ഇതൊന്നും എടുക്കണ്ട കേട്ടോ. അത് തന്നെ ലൈറ്റ് ഇട്ട് ആ അപ്പൊ അതെടുത്ത് അടിക്കാരി. ആ അവിടെ വൈബൊന്ന് അത് പുള്ളിനോട് ചോദിച്ചാൽ എടുത്ത് അടിച്ചിട്ട് ബില്ല് അടിച്ചു തരും. ഗ്ലാസ് ഉണ്ടല്ലോ. ഇതാണ് നമ്മൾ തുറക്കാൻ നോക്കിയിട്ടോ. ക്രിബോ മേളിലൊരു മുറിയല്ലേ ഉള്ളൂ. താഴെ ബേസ്മെന്റ്. അപ്പൊ ഗൈസ് നേരത്തെ ഞാൻ പകുതിക്ക് വെച്ച് നിർത്തിയത് കാണിച്ചു തരാം. ഇങ്ങനെ സൈഡിൽ കൂടെ വരുമ്പോൾ നേരെ ദേ നമുക്ക് ഇവിടെ ക്യാമ്പ് ഫയർ ചെയ്യാനുള്ള സെറ്റപ്പ് ഉണ്ട്. പണിയെടുക്കാൻ വിളിച്ചാണ് ഗൈസ്. ഇവിടെ ഇങ്ങനെ ഇത് പക്ഷെ നമ്മുടെ അല്ലെന്ന് തോന്നുന്നു. ഇത് നമ്മുടെ അല്ല, പക്ഷെ ആ വീട്ടുകാരുടെ ആവാനാണ് ചാൻസ്, പ്രൈവറ്റ്. അപ്പോൾ അതെ ഇത് ക്യാമ്പ് ഫയറിൻ്റെ സെറ്റപ്പ്. പിന്നെ ഇതുവഴി ഇങ്ങനെ താഴോട്ട് പോകുന്നതാണോ എന്ന് അറിയത്തില്ല. എന്തായാലും നമുക്ക് പോയി നോക്കാം. അതെ ഗൈസ്, ഇതിങ്ങനെ താഴോട്ട് ഇറങ്ങുന്നെങ്ങാണ്ടാണ്. പക്ഷെ ഞാൻ ഇറങ്ങൂല. താഴോട്ട് ഇറങ്ങുന്നതല്ല, ജസ്റ്റ് ഇങ്ങനെ ഒരു ഇത് കല്ല് പോലെ കണ്ട, സ്റ്റെപ്പ് പോലെ. ഹായ് നൈസ്. ഇതാണ് നമ്മുടെ വീട്. നമ്മുടെ വീടല്ല, 3 ദിവസത്തേക്കുള്ള നമ്മുടെ വീട്. എല്ലാ സാധനം കയറ്റാൻ. എന്താ മോനോ? എന്താ ഓ അല്ലാണ്ട് പൈസ ഇല്ലാത്തോണ്ടല്ലോ അല്ലേ? ആ കഴിയുമ്പോ തിരിക്കാൻ ഓപ്ഷൻ ഇല്ലല്ലോ. മറ്റേ എടുത്തോണ്ടിരിക്കുമ്പോ തന്നെ തിരിച്ചു. പിന്നെ ഞാൻ അതിൽ നിന്ന് പിന്നെ ഞാൻ അയക്കാൻ നിൽക്കണ്ടേ. ഏഴരയായി വെട്ടം കണ്ട.
ചിക്കൻ വെക്കുന്നേ. അൽഫാം തിന്ന് ചിക്കൻ വെക്കടാ. അൽഫാമാ ദൈവത്തിനറിയാം. ടെൻഷനുള്ള വിധവയാവും. ചിക്കൻ വെക്ക. ഞാൻ ഇവനെ ഉച്ച തൊട്ട് തുടങ്ങിയതാ. ആ കിളിയൊക്കെ ലെക്കിലാവൂ. അത് അടിച്ചിടണം. ജ്യൂസ് കൊടുക്കാൻ പോയ ഗ്രൗണ്ട് ഫ്ലോറിൽ അത് നിനക്ക് കിട്ടും. അത് പറയും. കേറിക്കോ. തീ പിടിപ്പിക്കണം സാധനമൊക്കെ ഇവിടെ കണ്ട് വെച്ചിട്ടുണ്ടെന്നുണ്ട് രാജിലെ കണ്ടു. ഇതിപ്പോ നമുക്ക് പെട്ടെന്ന് കിട്ടും. എന്നാന്നറിയോ നമുക്ക് ഫുഡ് കഴിക്കാത്ത കുടിക്കണേ നിനക്ക് തന്നെ. ലെമൺ ഈസ് സ്പൈസ്. എന്റെ പൊന്നളെ വയറ് ക്ലീൻ ഓവറാക്കി ചളവാക്കണ്ട. നാരങ്ങ ചേർത്താ. നാരങ്ങക്ക് ഒരു ചവർപ്പ്. ആരാ ആക്രാന്തോടെ നോക്കിയോ ഇത് ഏത് ഈ സാധനം മനസ്സിലായത്. എന്റെ ഭാര്യ ഉണ്ടടി. അതിങ്ങനെ ഞെക്കിയിട്ട് തിരിച്ചാ മതി. എന്റെ അമ്മയെ ഒടുക്കത്തെ വെയിറ്റ് ആണല്ലോ. തടിമുഴ ചോന്ന ഇവിടെ കൊണ്ടുവെക്കണേ കേട്ടോ. തീ കത്തിക്കുന്നതിന് മുമ്പ് കയ്യിൽ കുറച്ച് വെള്ളം കരുതണം. അതിനാ ആളി പിടിച്ച പെട്ടെന്ന് ഒഴിക്കാം. പ്രൊഫഷണൽസ് ആണ്. കാറ്റില്ലേ നമ്മൾ കഴിഞ്ഞ ആഴ്ച ഇവിടെ താമസിക്കാൻ വന്നവർത്തത് ഇങ്ങനെ കൊണ്ടുവന്നതാണ്. മോർഗേജിന്റെ വിവരങ്ങളൊക്കെ അറിയാവുന്നല്ലേ. എന്താ എന്തായാലും കത്തിപ്പോയി കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും പരിപാടിയൊക്കെ ചെയ്ത് കൊടുക്കേണ്ടവരുമായിരിക്കും. ഇൻഷുറൻസ് കിട്ടുന്നതിന് പുള്ളിക്ക് പുള്ളി ഇൻഷുറൻസ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഒന്നുമില്ല. $500 കൊടുത്തിട്ടുള്ളൂ. എടുത്തോളൂ. ഞാനും ടെർണയുടെ വിറകെടുത്ത് ഇവിടെ. അത് ശരിയാ. നമുക്ക് പാടുള്ള പണി എടുക്കാം. ഓ വിറകെടുത്ത് ഇവിടെ വെക്കാനുള്ള പണി. ടെൻസിയും പാറുങ്ങളെ വിറക് ഒക്കെ ഒരു 20 കഷ്ണം മതിയോ? പണിയല്ലോ. അതെ മറ്റേ ഉന്തിക്കുട്ടിയുള്ള വണ്ടി ഉണ്ടോ? ഓരോന്നും ഉണ്ടെന്നാണ് പയ്യെ പയ്യെ. അയ്യോ. എന്നാ പിന്നെ നമ്മക്ക് സവാള അരിയല്ലേടി പാറു. ഹലോ എന്താ ഇവിടെ? പെട്ടെന്നൊരു ചാൻസ് കിട്ടിയപ്പോ അതിന്റെ അപ്പുറം വേറെ വീടടി. ഏത് വീട്? അത് കുഞ്ഞു വീടൊന്നല്ല. അത് വലിയ വീടാ. ഇത്ര വലിയ വീട്ടിൽ ഇരുന്നിട്ട് പുള്ളിക്ക് ഭക്ഷണമുള്ളത് കുഞ്ഞു വീട് അതല്ല എന്റെ ഇത് കത്തിച്ചൊന്ന് അറിയില്ല എല്ലാവർക്കും. ചാൾസേട്ടനെ വിളിക്കേണ്ടി വരുമോ? എന്താ ഇതൊക്കെ അസുഖം വന്ന് ഹലോ ഗൈസ്, നമ്മളെ ഒഫീഷ്യലി കുക്കിംഗ് അൽഫാം വേസ്റ്റ് താഴെ ഉണ്ട്. എടി ആ ഡ്രോ തുറന്നാ മതി. ആ ഡ്രോ തുറക്ക്. വലിയ ഗാർബേജ് ബിന്നൊക്കെ താഴെ ഉണ്ട്. വീട്ടിലേക്ക് ആവശ്യമുള്ള സാധനങ്ങളൊക്കെ നല്ല മണം നല്ല മണം. എന്നാലും വേറെ നടക്കൊന്നുമില്ല. ഞാൻ കാണട്ടെ. എനിക്ക് ആ വിറകൊന്നും എടാ ഞങ്ങൾ എത്തിച്ചേരാടാ. 2 എണ്ണം കൂടെ ഉള്ളു. ഒറ്റയടി കണക്കുമായിരുന്നു. ആ നടക്കും 2 എന്തായാലും ഒപ്പിക്കാം. ഇച്ചിരി ചേർത്ത് വെച്ചാൽ മതി. ഈ റോയും കൂടെ ഇച്ചിരി അടുപ്പിച്ച് വെച്ചാൽ 6 കൂടെ വെക്കാം. കഴിഞ്ഞാ സെറ്റ്. അടിപൊളി വേണം. ഒരു രക്ഷയില്ല ഗൈസ്. ഓ ആകാശം കണ്ട ഒരു രക്ഷയില്ല. മറ്റേ ഫോട്ടോയിലൊക്കെ കാണുന്ന പോലത്തെ നല്ല. നേരത്തെ ആകാശം കണ്ടായിരുന്നു 3 ലെയറായിട്ട്. ഓ രക്ഷയില്ല അമ്മച്ചേ, അടിപൊളി. സൂപ്പർ. ഹലോ ഗൈസ്, ഒരു രക്ഷയില്ല ഗൈസ്. അടിപൊളി വൈബ്, സൂപ്പർ. നല്ല കാറ്റ്, എന്നാ തണുത്ത ഇതൊന്നും അല്ല. നമുക്ക് സുഖമുള്ള കാറ്റൊന്നും അറിയത്തില്ല, അങ്ങനത്തെ ഇതാ. അതിൻ്റെ ഇടയ്ക്ക് കൂടെ മോന് തടിയും കൊണ്ട് പോകുന്നു. ഒരു രക്ഷയില്ല, അടിപൊളി സൂപ്പർ സ്ഥലം, അടിപൊളി വൈബ്.
അവിടുന്ന് നല്ല കാറ്റ്. ദേ അവിടെ സൺസെറ്റ്. അതിൻ്റെ കൂടെ ദേ അൽഫാം സെറ്റായിക്കൊണ്ടിരിക്കുക. ഇവിടെയാണ് നമ്മുടെ ക്യാമ്പ് ഫയർ ലൊക്കേഷൻ. ദേ അടുത്ത സെറ്റ് ആളുകൾ തടിയായിട്ട് വരുന്നുണ്ട്. നല്ല രസമുണ്ട്. സൂപ്പർ. ഇതെല്ലാം ലോയാണ് ഇട്ടേക്കണേ. ഗൈസ് നിങ്ങൾക്ക് എന്താണ് അഭിപ്രായങ്ങൾ പറയൂ. എല്ലാവരും അഭിപ്രായം പറയും. അതിൽ അത് രണ്ടെണ്ണം ഉണ്ട്. അഭിപ്രായം പറയൂ. എങ്ങനെയുണ്ട്? അടിപൊളി, വളരെ അടിപൊളിയായിട്ടുണ്ട്. നല്ല അടിപൊളി ആകാശം, നല്ല ആകാശം കണ്ട് ഞങ്ങളിങ്ങനെ ഗേൾസ് എല്ലാവരും ബോയ്സ് പണിയെടുക്കുന്നു, ഗേൾസ് വെറുതെ ഇരിക്കുന്നു. ഇല്ല നമുക്ക് പണിയുണ്ടല്ലേ, റീൽസ് പ്ലാൻ ചെയ്യണം. പണി വന്നു കേൾക്കാത്ത പോലെ ഇരിക്കുന്നു. പക്ഷെ കേൾക്കാത്ത പോലെ ഇരുന്ന തിന്നൊന്നും കിട്ടില്ല. ഒരു വീഡിയോ എടുത്തിട്ട് അടിപൊളി ആകാശം. ഇതിനകത്തൊന്നും മര്യാദയ്ക്ക് ആ ഭംഗി വരുന്നില്ല. അപ്പൊ ഇനി എന്തെങ്കിലും കാണിച്ചു തരാം. ഓക്കെ. മുട്ടക്കരിയുന്ന പോലെയാണ് ഓംലെറ്റിന് അരിയുന്നത്. ഇതെല്ലാം നാളത്തെ രാവിലത്തെ ചിക്കൻ കറിയുടെ ഉണ്ടാക്കി വെക്കാൻ പോവാ. രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള. ഇത് എന്തിനുള്ള ചിക്കനാ? ഇതാണോ ബ്രേക്ക്ഫാസ്റ്റ്? കറിക്കുള്ള ചിക്കൻ. ഓക്കെ. ഐറ്റം സ്പെഷ്യൽ മീൻ പൊള്ളിച്ചത് ഉണ്ടാക്കാനുള്ള മീൻ ആദ്യത്തത് അടുപ്പിൽ കയറി. ബാക്കി ഇവിടെ ഉണ്ട്. പിന്നെ ഇതവിടെ ഒരെണ്ണം ഗർഭിണി. അവിടെ ഈച്ച കയറാതിരിക്കാൻ കയറുമ്പോഴും ഇറങ്ങുമ്പോഴും ഈ നെറ്റിൻ്റെ ഒരു സാധ്യത ഉണ്ട്. അത് ക്ലോസ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈച്ച കയറും. ഇവിടെ ദേ മോനും ഒക്കെ ക്യാമ്പ് ഫയർ സെറ്റപ്പ് ചെയ്യുന്നുണ്ട്. ഹായ് പറയോ. അയ്യേ അൽഫാം. അയ്യോ അന്നേരം ഇപ്പം ഞാനും പാറും സവാളയും തക്കാളിയൊക്കെ അരിഞ്ഞു കൊടുക്കാൻ പോവാണ് മീൻ പൊള്ളിക്കാൻ വേണ്ടിയിട്ടുള്ള. പിന്നെ അപ്പം ഞാൻ പോയി പണിയെടുത്തിട്ട് വരാം. പണിയെടുക്കുന്ന ഭർത്താവിനെയും പയ്യനെയും കാണും. ഓക്കെ. അപ്പം പാറു വന്നു, ഞങ്ങൾ വർക്ക് ചെയ്യാൻ പോകും. ഓക്കെ. അങ്കമാലി ഡയറീസ് കട്ടിംഗ് ബോർഡ് എടുക്കാൻ മറന്നുപോയി. പക്ഷെ ഭാഗ്യത്തിന് ഇവിടെ കട്ടിംഗ് ബോർഡ് ഇവിടെ ഉണ്ടായിരുന്നു. ഇത് രണ്ട് ഇവിടുത്തെയാണോ? സെയിം സാധനമാണല്ലോ വീട്ടില്. എന്നാ ഏട്ടാ? ആ എനിക്കറിയില്ല കേട്ടോ. ഇവൻ ഒരു പണി എടുക്കാതെ ഇങ്ങനെ കിടക്കുക. അവളും ഡെൻസി മറ്റേ ഇത് വെച്ചാണ് കട്ട് ചെയ്യണത്, സ്കെയിലൊക്കെ വെച്ച്. ആഘോഷം പെരുക്കട്ടെ. മീനൊക്കെ കോഴി പോലെയുണ്ട്. അണ്ട ഇവനെ ഈ ഫ്രിഡ്ജിലെ സാധനങ്ങൾ കട്ട് ചെയ്യുന്ന വെറുതെ ഇരിക്കുക. ഇതാണ് ഇവന്റെ പണി. കോഴിയൊക്കെ നിന്ന് ആടുക. ലേറ്റായിപ്പോയി ഗൈസ്. ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇടുന്നതിന്റെ തിരക്കിലായിപ്പോയി. ഹൈലൈറ്റ് ഐറ്റം. ഏതെങ്കിലും വെച്ചോ.
ഇനി എനിക്ക് ഫോയിൽ പേപ്പർ ഇത് മൂടണ്ടേ? താങ്ക് യു സൂട്ട. ടാഗ് വേണം. ആ എന്നാ വെച്ചോ. സൂട്ടന് വേണോ? കളയരുത് കേട്ടോ. പതുക്കെ കുടിക്കണം കേട്ടോ. ഇവിടെ ഒന്നും ഒഴിക്കരുതേ. പണ്ടൊക്കെ അടിയന്മാർക്ക് ഓൾറെഡി അടിഭാഗം മറ്റു വെച്ചിട്ട് മൂടിയിട്ടുണ്ട്. ബോസിന്റെ സ്പീക്കർ വാങ്ങാൻ പറഞ്ഞിട്ട് അതെ സാർ സ്പീക്കർ എടുത്തോണ്ട് വന്ന സാറാണ്. കേബിൾ എടുക്കാൻ മറന്നുപോയി ഈ സാർ. ഇങ്ങോട്ട് മോൻ കാണിക്കൂ. എനിക്കത് വിഷമമുണ്ട്. വീഡിയോ ഡ്രൈവർ ആരെങ്കിലും സ്പീക്കർ എടുത്തു. പക്ഷെ സ്പീക്കറിന്റെ വയറെടുത്തില്ല. മേടിക്കാൻ കിട്ടും അടുത്ത്. ഞാനതാ പറഞ്ഞേ വാൾനാട്ടിൽ സ്പീക്കർ പോയ മതി. എല്ലാം ചൂടായോ? എടാ നീന്റെ ടൈം സെറ്റ് ചെയ്ത് തീ അപ്പൊ നമ്മുടെ ഐറ്റം ഇതിന്റെ അകത്ത് കയറി. ഹലോ ഗൈസ്, അപ്പം നമ്മളിത് നമ്മുടെ ഫസ്റ്റ് സെറ്റ് ഡിന്നർ കഴിക്കാനായിട്ട് പോവുകയാണ്. ഇത് ഇസുട്ടിയുടെ ചെയറാട്ടോ. എൻ്റെ കയ്യിൽ പ്ലേറ്റ്. നമ്മൾ അൽഫാം റെഡിയായി. അപ്പം അത് കഴിക്കാനായിട്ട് ഇവിടെ ക്യാമ്പ് ഫയറിൻ്റെ സെറ്റിൽ വന്നേക്കാണ്. ഇവിടെയും കൂടെ കുറച്ച് ലൈറ്റ് വേണ്ട, ക്യാമ്പ് ഫയർ ആണല്ലോ. ഞാൻ കഴിക്കാം. അതേത് പ്ലേറ്റ്? അവിടെ ഗേറ്റ് അതടച്ചില്ല. നെറ്റ് അൺലോക്ക് ആയോടാ? ദേ ഒരുത്തൻ മരം കയറുന്നുണ്ടോ? പ്ലേറ്റ് ഈ ഉക്കള് വന്നു. എനിക്ക് കിട്ടിയില്ല, മോനിന് എടുത്തില്ല, അപ്പുച്ചേട്ടന് എടുത്തില്ല, സിബിന് എടുത്തില്ല. കൊറേ പേര് തന്നെ തിന്നുകൊണ്ടിരിക്കുക. നല്ല മസാല നൈസൂട്ട് ഇരുന്നിരുന്നു. ഒന്നുമില്ല. ഓക്കെ അടിപൊളി. അവർക്ക് അത് വേണമെന്ന് പറഞ്ഞേ. അല്ലല്ല ഐസൂട്ടിക്ക് ആ ചെയർ വേണമെന്ന്. ഒയ്യോ അപ്പുച്ചാട്ട അവളത് വിട്ടതാ. അത് വിട്ടതാ. അപ്പുച്ചാട്ട അത് വിട്ടതാ. ചിക്കൻ ഇതിലുണ്ട് ഒരു 10 അവിടെ.
അത് എനിക്കുള്ള എല്ലാരും പണം കേട്ടിട്ട് കഴിക്കാൻ പോലും പറ്റിയിട്ടില്ല എനിക്ക്. ഞാൻ വെച്ചോണ്ടിരിക്കണ മാത്രമേ ഉള്ളൂ. നിറയും നൊമ്പരം ഇന്നും ഓർക്കുന്നു. ഹായ് പറ. ഓക്കെ വീട് വരെ പോണം. നിങ്ങൾ നിർത്തിയാ നിങ്ങൾ നിർത്തിയാ നമുക്ക് ഇങ്ങനെ കൈ പിടിച്ചിട്ട് ഇങ്ങനെ അതിന് പാട്ട് വൈബ്. കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയില് കാവടിയാടുമ്പോ കണ്ണടിയിലെ തുടുതുടുത്തൊരു കല്യാണി തുടുതുടുത്തൊരു കല്യാണി കൊടകരയിലെ കാവടിയാടുമ്പോ കണ്ടടി ഞാനൊരു മിന്നായ കണ്ടടി ഞാനൊരു മിന്ന. ഷാപ്പിൽ കേറി പള്ളമിറയെ കള്ളു കുടിച്ച് ആടി ആടി എപ്പോഴും നിന്റമ്മമാര് പൊന്നേ ആടി ആടി എപ്പോഴും നിന്റമ്മമാര് പൊന്നേ ആ ഏ ഓ ആ ഏ ഓ. ഞാൻ അടുത്തേടാ. അഗ്നി സാക്ഷിയായി ഞാൻ പറയുന്നു. അതൊന്നും വേണ്ട, അതൊന്നും ഇന്നും വേണ്ട. അഗ്നി സാക്ഷിയായി ഞാൻ പറയുന്നു, എന്റെ അഗ്നി ദേവ. തമ്പുడు എന്ത് ഞാൻ ക്യാമറ പിടിക്കണം, വ്ലോഗ് എടുക്കുക. മെൽറ്റോമയോ ടെൻസ് കൊച്ചിറങ്ങി പറഞ്ഞോ. തീ പോരുത് കേട്ടോ. സുട്ടാ അങ്ങോട്ട് പോലെ അമ്മ എടുത്തു. മമ്മൂട്ടിനെ പറയരുത്. നീ ഏതാണോ? ഞാൻ വ്ലോഗ് എടുക്കുക. ഇതൊക്കെ ആരാണ്? ആദിവാസി നൃത്തത്തിന് ഞാനാണ്. ഇല്ല അച്ഛ പറഞ്ഞട്ടെ പാവം. അതെ ഇതൊക്കെ ഏതാ? ഈ പഞ്ചായത്തിലെ ചേട്ടാ അതിപ്പോ ഡിസ്പോസിബിലിറ്റി അത് കത്തിക്കോ. ഉള്ളി ചിലപ്പോ ഇതിന്റെ താമസിക്കുന്നുണ്ടാവും.
ഗൈസ് ഇതുവരെ ഇവിടെ ഓഫായിട്ടില്ല ഗൈസ്. സമയം എത്രയായി? 12 മണിയായി. അച്ചാച്ചൻ ഉറങ്ങി, ഇസൂട്ടി ഉറങ്ങി, ബാക്കി എല്ലാവരും ഇവിടെ എണീറ്റ് തന്നെ ഇപ്പുണ്ട്. ഡെല്ലിന് നാളത്തേക്കുള്ള കറി വെക്കുകയാണ്. ഇസൂട്ടി അച്ചാച്ചനും ഉറങ്ങി. ഞങ്ങള് ഇങ്ങനെ ചുമ്മാ പാട്ട് പാടി ഇങ്ങനെ ഇരിക്കാം. ഇനിയിപ്പോ ഇന്നത്തെ ഇതിലൊന്നും കാണിക്കാവുന്നില്ല, വ്ളോഗിൽ വേറെ ഒന്നും കാണിക്കാവുന്നില്ല. അത് കൊള്ളാല്ല, അത് നോട്ട് ചെയ്ത ആ പൂക്കൾ വെച്ചേക്കുന്നേ നല്ല രസമുണ്ട്. അപ്പൊ ഇന്നത്തെ വ്ളോഗിൽ ഇനി ഒന്നും കാണിക്കാനില്ല. ഇനിയിപ്പോ നമ്മള് ബേസ്മെന്റിൽ പോയിട്ട് അവിടെ കുറെ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു, മൂന്നത്തെ വീഡിയോയിലുണ്ടാവും. ഗെയിമൊക്കെ ഉണ്ട്. അപ്പൊ അതൊക്കെ കളിച്ച് വല്ല സിനിമയും കാണാനാണ് പ്ലാൻ. ഡെൽനയുടെ ചിക്കൻ കറി കഴിഞ്ഞതിന് ശേഷം. നിങ്ങൾക്ക് വല്ലതും കേൾക്കണ്ടോന്ന് എനിക്കറിയത്തില്ല. ഞാൻ ലോണ്ടറി റൂമിൽ പോയി. ഇവിടെ ലോണ്ടറി റൂമൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഇന്ന് ബീച്ചിൽ ഇറങ്ങിയപ്പോൾ നനഞ്ഞ ഡ്രസ്സൊക്കെ അപ്പം തന്നെ കൊണ്ടുവന്ന് കഴുകി ഉണക്കി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. കഴുകി ഉണക്കിന്ന് ഞാൻ പറഞ്ഞായിരുന്നു, കഴുകാനിട്ടായിരുന്നു, പക്ഷെ ഉണക്കാൻ ഇട്ടിട്ടില്ല ഈ മണ്ടന്മാര്. അപ്പൊ ഇനി അത് ഉണക്കായിടണം. ഗൈസ്, നിങ്ങൾ കഴുകിയത് ഉണക്കായിട്ടിട്ടില്ല. പോയാ വീണ്ടും പുറത്ത്. ഇതെന്താ ഇവിടെ ചമ്മി കളിക്കുന്നത്? ഇതെന്താ ഇവിടെ ചമ്മി കളിക്കുന്നത്? ഉപ്പ് അളക്കാട്ടെ. എൻബോക്സ് ഒക്കെ ഉണ്ടല്ലേ? അയൺ ചെയ്യാനുള്ളതൊക്കെ ഉണ്ട്. എല്ലാം ഉണ്ട് ഇവിടെ. എന്താണ് അയൺ ബോക്സ്, അയൺ ചെയ്യാനുള്ള സ്റ്റാൻഡ് എല്ലാം ഉണ്ട്. ഡിറ്റർജന്റ് സാധനങ്ങളെല്ലാം ഉണ്ട്. ഇത് ജീരകല്ല. അപ്പൊ ഗൈസ്, ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഇനിയിപ്പോൾ പ്രത്യേകിച്ച് ഒന്നുമില്ല, ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇനി താഴെ പോയി കുറച്ച് ഗെയിം കളിക്കായിരിക്കും, എന്തെങ്കിലും സിനിമ കാണുമായിരിക്കും, ഉറങ്ങും, അത്രേ ഉള്ളൂ. ഇനി നാളത്തെ വീഡിയോ ഞാൻ വേറെ തന്നെ വ്ളോഗായിട്ട് ചെയ്യാം, കാര്യം ഇത് ഓൾറെഡി ലെങ്തി ആയിരിക്കും. അപ്പം നാളത്തത് വേറെ ആയിരിക്കും. നാളത്തെ ട്രിപ്പും പോകുന്നിടത്തും എല്ലാം നാളെ കാണിച്ചു തരാം. അപ്പൊ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ട് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ട് ലൈക്ക്, കമന്റ്, സബ്സ്ക്രൈബ്, ഷെയർ. വേറെ ഒന്നുമില്ലല്ലോ, അത്രേ ഉള്ളൂ. അപ്പൊ ടാറ്റ, ബൈ. What?